ഇൻസ്റ്റയിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഓരോ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയ്ക്കാട്ടാ ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്രഷ് അടിച്ചുട്ടാ. അപ്പം അതേ ചോറിനാൻ ഇന്നത്തേക്ക് ഈ ഒരു കറി മതിയെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ അത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടാ. അപ്പം അതേ 2 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കേട്ടാ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാട്ടാ. ഞാനിവിടെ ചെറിയ 2 പച്ചമുളക് റൗണ്ട് ആക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ കേട്ടാ. അപ്പം അതും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം കേട്ടാ. അപ്പം അതേ മുട്ടയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെക്കാം. ഇനി നമ്മളിതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് പൊടി ഐറ്റംസുകൾ എടുത്തിട്ടുണ്ട് കേട്ടാ. ആ വീഡിയോയിൽ കണ്ടതിനേക്കാളും ഞാൻ ഇത്രയും കൂടെ എൻ്റെ ലെവലിലേക്ക് ഒന്ന് മോഡിഫൈ ചെയ്തു കേട്ടാ. അപ്പം അങ്ങനെ അതേ നമ്മൾ ആദ്യം ചട്ടി വെച്ചു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഏകദേശമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളി ചതക്കിയതോട്ടാ. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 3 അല്ലി 4 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാളയായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പം ഏകദേശം സവാളയുടെ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സവാളയുടെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഇനി കുറച്ച് പൊടി ഐറ്റംസ് ആട്ടാ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ പൊടികളും കൂടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതേ പൊടികളൊക്കെ ഇട്ട് ഒരു ഇത്തിരി കളറ് കുറവായപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇനി കഴിഞ്ഞു കേട്ടോ. അപ്പം നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മുട്ടല്ലേ മസാലയൊക്കെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മേലൊക്കെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് ഒരുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുന്ന ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെ കേട്ടോ ഇത്. ഈ ഒരു ഒറ്റ ഐറ്റം മതി ചോറ് കഴിക്കാൻ, വേറെ ഒന്നും തന്നെ വേണമെന്നില്ല കേട്ടാ. അപ്പം അതേ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടാ. ഈ ഒരു തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാലയുടെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാട്ടാ. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ചൂടുള്ള ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കണം എന്നുള്ള ഒരു കൊതി വന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു മുട്ടയുടെ മസാലയും ചോറും ഒക്കെ കൂടെ അങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ച് കിട്ടില്ലാൻ ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട പൊരിച്ചതും ഞാൻ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് വഴുതനങ്ങ പൊരിച്ചതും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.